ഹലോ ഫ്രണ്ട്സ്, +2 ബയോളജിയിലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് പോളൻ ഗ്രെയിൻസിനെ കുറിച്ചും അതുപോലെ പിസ്റ്റിലിൻ്റെ സ്ട്രക്ചർ, ഒവ്യൂളിൻ്റെ സ്ട്രക്ചർ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, പോളൻ ഗ്രെയിൻസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി മൈക്രോസ്പോറോജനസിസ് എന്ന് പറയുന്ന പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ പ്രോസസ്സിൽ നമുക്കറിയാം മെയിൽ ഗമേറ്റോഫൈറ്റാണ് പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത് അല്ലേ. അതിൻ്റെ ഉള്ളിലാണ് മെയിൽ ഗമേറ്റ് ഉണ്ടാവുക. ഈ മെയിൽ ഗമേറ്റ് മൈക്രോസ്പോർ മദർ സെല്ലിൻ്റെ മിയോസിസ് നടന്നിട്ടാണ് എന്തുണ്ടാവുന്നത്, മൈക്രോസ്പോർസ് ഉണ്ടാവുന്നത് അല്ലേ. പിന്നീടാണത് മെയിൽ ഗമേറ്റായി മാറുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, എനിവേ പോളൻ ഗ്രെയിൻസ് ആർ കവേർഡ് വിത്ത് സ്പോറോഡം. അതിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗം സ്പോറോഡം ഉപയോഗിച്ചിട്ടാണ്, അതിൻ്റെ ഏറ്റവും പുറമേയുള്ള കവറിങ് നമ്മൾ സ്പോറോഡം എന്നാണ് പറയുക. സ്പോറോഡം ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ കവറിങ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഈ കവറിങ്ങിനെ നമുക്ക് 2 ലെയേഴ്സായിട്ട് തരംതിരിക്കാൻ പറ്റും. ഏറ്റവും പുറത്തുള്ള തിക്കായിട്ടുള്ള ഈ കട്ടിയുള്ള ഈ ലെയർ നമ്മൾ എക്സൈൻ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഉള്ളിലുള്ള കവറിങ്ങിനെ ഇൻഡൈൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇൻഡൈൻ, ഇതാണ് എക്സൈന്, ഇതാണ് ഇൻഡൈൻ. ഓക്കെ, അപ്പോൾ 2 ലെയർ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, എക്സൈൻ ആൻഡ് ഇൻഡൈൻ. എക്സൈന് സ്പോറോപൊളിൻ എന്ന് പറയുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ ടപ്പീറ്റത്തിൻ്റെ ഫംഗ്ഷൻ പഠിച്ചിരുന്നു. സ്പോറോപൊളിൻ എന്ന് പറയുന്ന ഹാർഡായിട്ടുള്ള, നമ്മുടെ നേച്ചറിൽ തന്നെ ഏറ്റവും ഹാർഡായിട്ടുള്ള കോമ്പൗണ്ട്സിൽ പെട്ടൊരു കോമ്പൗണ്ടാണ് സ്പോറോപൊളിൻ എന്ന് പറയുന്നത് അല്ലേ. അത് ഉപയോഗിച്ചിട്ടാണ് ഔട്ടർ ലെയർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇന്നർ ലെയറിൽ പെക്ടോസെല്ലുലോസ്, അതായത് പെക്റ്റിൻ പ്ലസ് സെല്ലുലോസ് ഇത് ഉപയോഗിച്ചിട്ടാണ് ഇന്നർ ലെയർ ആയിട്ടുള്ള ഇൻഡൈൻ ഉണ്ടാക്കിയിട്ടുള്ളത്. റെഡി? ഇനി പോളൻ്റെ ഡെവലപ്മെൻറ്റ് അല്ലേ. പോളൻ ഗ്രെയിനിൻ്റെ പ്രോട്ടോപ്ലാസത്തിൽ നമുക്കറിയാം 2 സെല്ലാണ് പ്രോട്ടോപ്ലാസ്റ്റ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകുന്നത്. അതായത് ഒരു ചെറിയ ജനറേറ്റീവ് സെൽ എന്ന് പറയുന്ന സെല്ലും അതുപോലെ വലിയ വെജിറ്റേറ്റീവ് സെല്ലും. ജനറേറ്റീവ് സെല്ലിൽ നിന്നുമാണ് 2 മെയിൽ ഗമീറ്റ്സ് ഉണ്ടായി വരുന്നത്. ഓക്കെ, മെയിൽ ഗമീറ്റ്സ് ജനറേറ്റീവ് സെൽസിൽ നിന്നുമാണ് ഉണ്ടായി വരുന്നത്. അതുപോലെ അതിന് ഇറ്റ് ഹാസ് ഡെൻസ് സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ്. ഇവിടെ ഞാൻ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചറിൽ ഈ ഒരു ചെറിയ സെല്ലിനെ നമ്മൾ ജനറേറ്റീവ് സെൽ എന്ന് പറയാം. ഓക്കെ, ഇതാണ് ജനറേറ്റീവ് സെല്ല്. വലിയ സെല്ലാണെന്ത്, വെജിറ്റേറ്റീവ് സെല്ല്. ഓക്കെ, ഇനി ലാർജ് ട്യൂബ് സെൽ ഓർ വെജിറ്റേറ്റീവ് സെൽ. എന്തുകൊണ്ടാണ് ഇതിന് ട്യൂബ് സെൽ എന്ന് പറയാൻ കാരണം? നമുക്കറിയാം പോളൻ ഗ്രെയിന് നമ്മുടെ കാർപ്പലിൻ്റെ സ്റ്റിഗ്മയിൽ വന്ന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോളൻ പിസ്റ്റൽ ഇൻട്രാക്ഷനൊക്കെ നടന്നതിൻ്റെ ശേഷം പോളൻ ട്യൂബ് ഫോം ചെയ്യുന്നുണ്ട്. ആ പോളൻ ട്യൂബ് സ്റ്റൈലിലൂടെ പോയിട്ടാണ് എങ്ങോട്ട് വരുന്നത്. ഞാനിപ്പം സിമ്പിളായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇതൊരു പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പലാണെങ്കിൽ പോളൻ ഗ്രെയിൻ ഇവിടെ ലാൻഡ് ചെയ്തതിൻ്റെ ശേഷം പോളൻ പിസ്റ്റിൽ ഇൻട്രാക്ഷൻ നടക്കും. അതിൻ്റെ ശേഷം പോളൻ ട്യൂബ് ഗ്രോ ചെയ്യും അല്ലേ. അത് സ്റ്റൈലിലൂടെ വന്നിട്ടാണ് ഓവറിൻ്റെ ഉള്ളിലുള്ള എംബ്രിയോ സാക്കിൻ്റെ ഉള്ളിലേക്ക് പോവുക അല്ലേ. അപ്പം ഈ ഒരു പോളൻ ട്യൂബ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലായതുകൊണ്ടാണ് നമ്മൾ ട്യൂബ് സെൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പോളൻ ഗ്രെയിൻസിൻ്റെ ഉള്ളിൽ 2 ട്യൂബ് ഉണ്ട്. ഒന്ന് 2 സെല്ലുണ്ട്. ഒന്ന് ജനറേറ്റീവ് സെല്ലും അതുപോലെ തന്നെ മറ്റൊന്ന് ട്യൂബ് സെല്ലും. അത് നമ്മൾ വെജിറ്റേറ്റീവ് സെൽ എന്ന് പറയുന്നുണ്ട് അല്ലേ. ജനറേറ്റീവ് സെല്ല് മെയിൽ ഗമേറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസാണ്. അതുപോലെ വെജിറ്റേറ്റീവ് സെല്ലിൽ നിന്നുമാണ് പോളൻ ട്യൂബ് ഉണ്ടാകുന്നത്. അബണ്ടൻറ്റ് ഫുഡ് റിസർവ്, അവിടെ ഫുഡ് റിസർവ് ഉണ്ട്. അതുപോലെ തന്നെ ലാർജ് ഇറഗുലർലി ഷേപ്ഡ് ന്യൂക്ലിയസ്, അതായത് പോളൻ ട്യൂബിൻ്റെ ഗ്രോത്ത് നടക്കുന്ന സമയത്ത് അതിന് ഫുഡ് വേണമല്ലോ. അപ്പം അതിനുള്ള ഫുഡ് റിസർവ് എവിടെ ഉണ്ട്? വെജിറ്റേറ്റീവ് സെല്ലിലുണ്ട്. ഓക്കെ, ഇനി അറ്റ് ദ ടൈം ഓഫ് പോളിനേഷൻ ദ പോളൻ ഗ്രെയിൻ ഈസ് എയ്തർ 2 സെൽഡ് ഓർ 3 സെൽഡ്. പോളിനേഷൻ നടക്കുന്ന സമയത്ത് ആന്തറിൻ്റെ ഡെഹിസൻസ് നടന്നിട്ട് പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ്, ഒന്നുകിൽ പോളൻ ഗ്രെയിൻ 2 സെല്ലുള്ള കണ്ടീഷനിലായിരിക്കും ഉണ്ടാവുക. 2 സെല്ല് എന്ന് പറയുമ്പം ഒരു ട്യൂബ് സെല്ലും ഒരു ജനറേറ്റീവ് സെല്ലും. ഓക്കെ, അതല്ലെങ്കിൽ ഒരു ട്യൂബ് സെല്ലും ജനറേറ്റീവ് സെല്ല്
ഡിവൈഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ജനറ്റീവ് സെല്ലിൽ നിന്നും മെയിൽ ഗമേറ്റ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ 2 മെയിൽ ഗമേറ്റ്സും ഒരു ട്യൂബ് സെല്ലും ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഒന്നുകിൽ 2 സെൽഡ് കണ്ടീഷനിൽ പോളിനേഷൻ നടക്കുക. 2 സെൽഡ് കണ്ടീഷനിലാണെങ്കിൽ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ജനറേറ്റീവ് സെല്ലിൽ നിന്നും മെയിൽ ഗമേറ്റ്സ് ഉണ്ടായിട്ടുണ്ടാവില്ല. മെയിൽ ഗമേറ്റ്സ് ഉണ്ടെങ്കിൽ 3 സെല്ലുള്ള കണ്ടീഷനിലായിരിക്കും ഉണ്ടാവുക അല്ലേ, അതായത് ഒരു വെജിറ്റേറ്റീവ് സെല്ലും അതുപോലെ 2 മെയിൽ ഗമേറ്റ്സും. ഇനി ജേംപോർ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ. എന്താണ് ജേംപോർ? ഇൻ സം പാർട്സ് ഓഫ് ദി പോളൻ സർഫസ് എക്സൈൻ ഈസ് തിൻ ഓർ ആബ്സെൻറ്റ്. ഇവിടെ നോക്കൂ, ഈ ഒരു ഏരിയ, അതുപോലെ തന്നെ ഇത് അല്ലേ, ഇവിടെയുമുണ്ട് ഒരു ജേംപോർ. എന്താണ് ജേംപോർ എന്നാൽ അവിടെ എക്സൈൻ്റെ ഭാഗം, എക്സൈൻ നോർമലി എക്സൈൻ തിക്കാണ്, സാധാരണ ജനറലി എക്സൈൻ തിക്കായിട്ടാണ് കാണപ്പെടുന്നത്. ഒന്നുകിൽ എക്സൈൻ്റെ തിൻ ലെയർ അല്ലെങ്കിൽ എക്സൈൻ ആബ്സെൻ്റ് ആയിട്ടുള്ള പോർഷൻസിനെയാണ് നമ്മൾ ജേംപോർ എന്ന് പറയുന്നത്. അവിടെ എക്സൈൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവും, ഇൻഡൈന് തിക്കായിരിക്കും, ഇൻഡൈൻ്റെ ലെയർ തിക്കായിരിക്കും. അപ്പോൾ ഇൻ സം പാർട്സ് ഓഫ് ദിസ് പോളൻ സർഫസ് എക്സൈൻ ഈസ് തിൻ ഓർ ആബ്സെൻറ്റ്. ദേ ആർ കാൾഡ് ജേംപോർസ് ഓർ ജെർമിനൽ ഫറോസ്. ജെർമിനൽ ഫറോസ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അറ്റ് ദീസ് പോയിന്റ്സ് ഇൻഡൈൻ മേ ബി തിക്ക് ഓർ കാലോസ് ഡെപ്പോസിഷൻ ഹാപ്പൻസ്. അപ്പോൾ ഇവിടെ ജേംപോറിൽ എക്സൈൻ ആബ്സെൻ്റ് ആയിരിക്കും, പക്ഷെ അവിടെ എന്തുണ്ടാവും, ഇൻഡൈൻ തിക്കായിരിക്കും. അതുപോലെ തന്നെ എന്തുണ്ടാവും അല്ലേ, ഇൻഡൈൻ തിക്കായിരിക്കും, അല്ലെങ്കിൽ എന്തുണ്ടാവും, കാലോസിൻ്റെ ഡെപ്പോസിഷൻ ഉണ്ടാവും. ഓക്കെ, ഇനി പോളൻ ഗ്രെയിൻസ് ആർ യൂഷ്വലി വിത്ത് 3 ജേംപോർസ്. 3 ജേംപോർസ് ഉള്ള പോളൻ ഗ്രെയിൻസ് ആണെങ്കിൽ അവർ നമ്മളെ ട്രൈകോൾപേറ്റ് എന്നാണ് പറയുന്നത്. ട്രൈകോൾപേറ്റ്. സാധാരണ ഡൈക്കോഡ്സിൽ ട്രൈകോൾപേറ്റ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് ആണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഒരു ജേംപോർ അല്ലെങ്കിൽ ഒരു ജെർമിനൽ ഫറോ മാത്രം ഉള്ളതാണെങ്കിൽ അതിനെ നമ്മൾ എന്താണ് മോണോകോൾപേറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, മോണോകോൾപേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ജെർമിനൽ ഫറോ മാത്രമുള്ളത്. 3 ജേംപോർ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ട്രൈകോൾപേറ്റ് എന്നാണ് പറയുന്നത്. റെഡി? ഇനി ചില സ്പീഷീസ്, പ്രത്യേകിച്ച് നമ്മൾ NCERT പറഞ്ഞിട്ടുള്ള പാർത്തീനിയം ഓർ ക്യാരറ്റ് ഗ്രാസ് എന്ന് പറയുന്ന ഒരു സ്പീഷീസ്, അത് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത് വീറ്റ് ഇമ്പോർട്ട് ചെയ്തപ്പം അതിൻ്റെ കൂടെ കണ്ടാമിനൻ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. പക്ഷെ അതെന്ത് ചെയ്യുന്നുണ്ട്, പിന്നീട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തിട്ട് പോളൻ ഹ്യൂജ് എമൗണ്ടിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് പോളൻ അലർജി കോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പാർത്തീനിയം ഓർ ക്യാരറ്റ് ഗ്രാസ് came into India as a contaminant with imported wheat, has become ubiquitous. Ubiquitous എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പ്രസൻ്റ് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ യുബിക്വിറ്റസ് എന്ന് പറയുക. ഇൻ ഒക്കറൻസ് ആൻഡ് കോസസ് പോളൻ അലർജി. ഓക്കെ, ഇത് NCERT മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു കോണ്ടന്റ് ആയതുകൊണ്ടാണ് ഞാനതിൽ ഉൾപ്പെടുത്തിയത്. ഓക്കെ, ഇനി പോളൻ വയബിലിറ്റി അല്ലേ. പോളൻ വയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഡ്യൂറേഷൻ ഫോർ വിച്ച് പോളൻ ഗ്രെയിൻസ് റീറ്റെയിൻ ദി എബിലിറ്റി ടു ജെർമിനേറ്റ്. അതായത് ഡെഹിസൻസ് നടന്നതിൻ്റെ ശേഷം, പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യപ്പെട്ടതിൻ്റെ ശേഷം അത് എത്ര സമയം ജെർമിനേറ്റ് ചെയ്യാനുള്ള കഴിവ് നിലനിർത്തുന്നുണ്ടോ ആ ഒരു സമയത്താണ് നമ്മൾ പോളൻ വയബിലിറ്റി എന്ന് പറയുന്നത്. ഡെഹിസൻസിൻ്റെ ശേഷം നമ്മുടെ സ്റ്റിഗ്മയിൽ പോയിട്ട് പോളൻ ട്യൂബ് ഫോം ചെയ്യണം അല്ലേ. അപ്പോൾ അതൊക്കെ ഫോം ചെയ്യണമെങ്കിൽ അത് ആ ഒരു ഫോം ചെയ്യാനുള്ള എബിലിറ്റി എത്ര സമയം നിലനിർത്തുന്നുണ്ടോ അതിനെയാണ് നമ്മൾ പോളൻ വയബിലിറ്റി എന്ന് പറയുക. ഇറ്റ് ഈസ് അബൌട്ട് 30 minutes ഇൻ സിറിയൽസ്. സിറിയൽസിലൊക്കെ ആണെങ്കിൽ വീറ്റ് പോലെ അല്ലെങ്കിൽ നെല്ല് പോലത്തെ സംഭവങ്ങളിലാണെങ്കിൽ അത് 30 minutes ആണ് അല്ലേ. എന്നാൽ ഇൻ റോസാസിയെ, ലെഗുമിനോസ് ആൻഡ് സൊലനേസിയ ഫാമിലി ദ പോളൻ വയബിലിറ്റി ഈസ് ലോങ് ആൻഡ് റിമെയിൻ ഫോർ എ ഫ്യൂ മന്ത്സ്. ഈ റോസാസിയ എന്ന് പറയുന്ന ഫാമിലിയിൽ, അതുപോലെ ലെഗുമിനോസിലും സൊളനേസിയയിലും ഒക്കെ കുറച്ച് കൂടുതൽ കാലം, അതായത് മാസങ്ങളോളം അത് എന്ത് ചെയ്യുന്നുണ്ട്, ജെർമിനേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. പോളൻ വയബിലിറ്റി അവരിൽ കൂടുതലാണ്. ഓക്കെ, ഇനി പോളൻ ഗ്രെയിൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും ഫോർ ഇയേഴ്സ് ഇൻ ലിക്വിഡ് നൈട്രജൻ ഇൻ പോളൻ ബാങ്ക്സ്. -196 ഡിഗ്രി സെൽഷ്യസിൽ പോളൻ ബാങ്ക്സിൽ നമുക്ക് ഇവരെ സ്റ്റോർ ചെയ്യാൻ പറ്റും അല്ലേ, അത്രയും ചെറിയ ടെമ്പറേച്ചറിൽ. ഇത് ഓൾറെഡി ഈ ടെമ്പറേച്ചർ NCERT മെൻഷൻ ചെയ്തതാണ്, പാസ്റ്റ് ഇയറിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. -196 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് അവരെന്ത് ചെയ്യാൻ പറ്റും, പ്രിസർവ് ചെയ്യാൻ പറ്റും അല്ലേ. ദേ ആർ യൂസ്ഡ് ഇൻ പ്ലാന്റ് ബ്രീഡിംഗ് പ്രോഗ്രാംസ്. പ്ലാന്റ് ബ്രീഡിംഗ് പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ക്രോസ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തിയിട്ട് നമുക്ക് വേണ്ട ക്യാരക്ടേഴ്സ് ഉള്ള പുതിയ പ്ലാന്റ്സിന് ഉണ്ടാക്കുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ പ്ലാന്റ് ബ്രീഡിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നുന്ന ക്യാരക്ടേഴ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന പോളൻ ഗ്രെയിൻസിന് നമ്മൾ എന്ത് ചെയ്യും,
പ്രിസർവ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, പോളിനേഷൻ, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തിയിട്ട് ആ സെയിം ക്യാരക്ടേഴ്സുള്ള പുതിയ പ്ലാന്റ്സ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ പോളൻസ് സൂക്ഷിച്ച് വെക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി പോളൻ അലർജി. വിൻഡ് പോളിനേറ്റഡ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് പോളൻ ഗെയിൻസ് ഇൻ ലാർജ് നമ്പർ. വിൻഡാണ് പോളിനേഷൻ നടത്തുന്നതെങ്കിൽ പോളിനേഷൻ ഏജൻസിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ വിൻഡ് പോളിനേഷനാണ് നടക്കുന്നതെങ്കിൽ വിൻഡ് പോളിനേഷൻ നടക്കുന്ന സമയത്ത് ഒരുപാട് പോളൻസ് നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വിൻഡിലൂടെ പോളിനേഷൻ നടത്തുന്ന പ്ലാന്റ്സ് ഒരുപാട് പോളൻ ഗെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോളൻ ഗെയിൻസ് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് എയറിലേക്ക് വരും അല്ലേ. ദ റിമെയിൻ സസ്പെൻഡഡ് ഇൻ എയർ ആൻഡ് എൻ്റർ റെസ്പിറേറ്ററി ട്രാക്റ്റ്. അവർ എയറിലേക്ക് വരും, എയറിൽ നിന്ന് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്ക് അവർ എൻ്റർ ചെയ്യും അല്ലേ. ഇറ്റ് ക്യാൻ കോസ് അലർജി ഇൻ സം ഇൻഡിവിജ്വൽസ് ആൻഡ് കോസ് റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് ലൈക്ക് റൈനൈറ്റിസ്, ആസ്മ ആൻഡ് ബ്രോങ്കൈറ്റിസ്. അപ്പം അത് റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തുണ്ടാക്കാനുള്ള കഴിവുണ്ട്, അതായത് ചില സ്പീഷീസിലെ പോളൻ ഗ്രെയിൻസ് പ്രത്യേകിച്ചും എന്തുണ്ടാക്കുന്നുണ്ട്, റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ് റൈനൈറ്റിസ്, ആസ്തമ ആൻഡ് ബ്രോങ്കൈറ്റിസ്. ഓക്കെ, റെഡി. ഇനി പോളൻ പ്രോഡക്ട്സ്. നമുക്ക് എന്തിനാണ് പോളൻ നമ്മൾ ഉപയോഗിക്കുന്നത്? പോളൻ ഒരു നല്ലൊരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ന്യൂട്രീഷന് വേണ്ടിയിട്ട് നമുക്ക് പോളൻ ഗ്രെയിൻസിന് ഉപയോഗിക്കാൻ പറ്റും. ദ ബീ പോളൻ പ്രൊഡക്ട്സ്, പോളൻ ഗ്രെയിൻസ് കളക്റ്റഡ് ബൈ ബീസ് ആർ യൂസ്ഡ് ഇൻ കോസ്മെറ്റിക്സ് ആസ് ഫുഡ് സപ്ലിമെൻറ്റ്സ് അല്ലേ. ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ടും കോസ്മെറ്റിക്സിലൊക്കെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ബീസ് കളക്ട് ചെയ്തിട്ടുള്ള പോളൻ ഗ്രെയിൻസ് അല്ലേ, ബീ പോളൻ ഗ്രെയിൻസ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ എന്ന് പറയുന്നത് പ്രോട്ടീന് 7 to 26% ആണ് പോളൻ ഗ്രെയിനിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ് 24 to 48%, ഫാറ്റ് 0.9 to 14.5%. Pollens are taken as tablets or syrups to improve the performance of athletes and race horses. അതായത് നല്ല ന്യൂട്രീഷണൽ വാല്യൂ ഉള്ളതായതുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസ് വേണ്ട ആളുകളൊക്കെ, അതായത് അത്ലറ്റ്സിനെ പോലെയൊക്കെയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് സപ്ലിമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ടാബ്ലറ്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ സിറപ്സ് ആയിട്ടോ ഒക്കെ ഇവരെ ഇൻടേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഗൈനീഷ്യത്തെക്കുറിച്ചാണ് നോക്കുന്നത്. ഗൈനീഷ്യത്തിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനും അതുപോലെ തന്നെ ഓവ്യൂളിൻ്റെ സ്ട്രക്ചറും ഇന്ന് നമുക്ക് പഠിക്കാം. ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് വേൾ ഓഫ് ദി ഫ്ലവർ ഇസ് കാൾഡ് ഗൈനീഷ്യം അല്ലേ. ഗൈനീഷ്യം എന്ന് പറഞ്ഞാൽ ആൻഡ്രീഷ്യമാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് വേള്, അതുപോലെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് വേൾ എന്ന് പറയുന്നത് ഗൈനീഷ്യമാണ്. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് 1 or more കാർപ്പൽസ്. ഒരു ഗൈനീഷ്യത്തിൽ തന്നെ ഒന്നിൽ കൂടുതലോ എന്തുണ്ടാവും, കാർപ്പൽസ് ഉണ്ടാവും. കാർപ്പൽസിനെ നമ്മൾ എന്താ പറയുക, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് വേളിൻ്റെ ഇൻഡിവിജ്വൽ യൂണിറ്റിന് നമ്മൾ കാർപ്പൽസ് എന്നാണ് പറയുന്നത്. ഈച്ച് കാർപ്പൽ ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു 3 parts. 3 പാർട്ടായിട്ട് നമുക്കൊരു കാർപ്പലിനെ സ്ട്രക്ചറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് എന്താണ്, താഴെയുള്ള ഓവറി അല്ലേ, ഓവറി എന്ന് പറയുന്നത് സൊള്ളൻ പാർട്ടാണ്. പിന്നെ ഇതെന്താണ്, സ്റ്റൈലാണ് അല്ലേ, സ്റ്റൈല്. അതുപോലെ മുകളിലുള്ള പ്ലാറ്റ്ഫോമിനെ നമ്മൾ സ്റ്റിഗ്മ എന്നാണ് പറയുന്നത്. ഫ്ലാറ്റൻഡ് പാർട്ടാണ് മുകളിലുള്ളത്, ഫിലമെൻ്റസ് പാർട്ടാണ് അതിൻ്റെ താഴെയുള്ളത്, അതാണ് സ്റ്റൈല്. ഏറ്റവും താഴെയുള്ള സൊള്ളൻ പാർട്ടിനെ നമ്മൾ ഓവറി എന്ന് പറയുന്നത്. ഓക്കെ, ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് കാർപ്പൽസ് ദ ഗൈനീഷ്യം ക്യാൻ ബി ഓഫ് ദി ഫോളോയിങ് ടൈപ്സ്. ഒരു കാർപ്പലാണോ അതല്ലെങ്കിൽ ഒന്നിലധികം കാർപ്പൽസ് ഉണ്ടോ എന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഗൈനീഷ്യത്തെ എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. മോണോ കാർപ്പലറി എന്ന് പറഞ്ഞാൽ ഒരു ഗൈനീഷ്യത്തിൽ ഒരു കാർപ്പൽ മാത്രമേ ഉള്ളൂ, അതായത് സ്റ്റൈലും സ്റ്റിഗ്മയും അതുപോലെ തന്നെ ഓവറിയും അടങ്ങുന്ന ഒറ്റൊരു കാർപ്പൽ മാത്രമേ ഒരു ഗൈനീഷ്യത്തിലുള്ളൂ എങ്കിൽ അത് നമ്മൾ മോണോ കാർപ്പലറി എന്നാണ് പറയാം. രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ ബൈ കാർപ്പലറി എന്ന് പറയും അല്ലേ. അതുപോലെ ട്രൈ കാർപ്പലറി എന്ന് പറഞ്ഞാൽ 3 കാർപ്പൽസ് ഉള്ള ഗൈനീഷ്യം അല്ലേ. അതുപോലെ തന്നെ 5 കാർപ്പൽസ് ഉണ്ടെങ്കിൽ അതിനെ പെൻഡാ കാർപ്പലറി എന്നും, ഒരുപാടുണ്ടെങ്കിൽ നമുക്കതിനെ ജനറലായിട്ട് മൾട്ടി കാർപ്പലറി എന്നും പറയാൻ പറ്റും. ഓക്കെ, എക്സാമ്പിൾസ് NCERT-യിലുള്ള എക്സാമ്പിൾസ് അല്ല, നമ്മുടെ ഈ ചാപ്റ്ററിലുള്ളതല്ല. അതേ സമയത്ത് നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാർപ്പൽസിൻ്റെ നമ്പറിൻ്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോണോ കാർപ്പലറി, ബൈ കാർപ്പലറി, ട്രൈ കാർപ്പലറി ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി എ പോളി കാർപ്പലറി പിസ്റ്റിൽ മേ ബി അപ്പോ കാർപ്പസ് ഓർ സിങ്കാർപ്പസ്. നമ്മൾ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ എന്താ പറയുക, മറ്റു
വേൾഡ്സിനൊക്കെ ക്ലാസിഫൈ ചെയ്ത പോലെ തന്നെ അല്ലെങ്കിൽ അവയെക്കുറിച്ച് പഠിച്ച പോലെ തന്നെ ഇവിടെയും എന്താണ് ഫ്രീ കണ്ടീഷനും ഫ്യൂസ്ഡ് കണ്ടീഷനും ഉണ്ട് അല്ലേ. അപ്പോൾ എന്താ പോളികാർപ്പലറി എന്ന് പറയുമ്പം ഒന്നിലധികം കാർപ്പൽസ് ഉള്ള ഗൈനീഷ്യം അല്ലെങ്കിൽ പിസ്റ്റിൽ അതെന്താവാം, ഒന്നുകിൽ അപ്പോകാർപ്പസ് ആവാം. അപ്പോകാർപ്പസ് എന്ന് പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റും ഓരോ ഇൻഡിവിജ്വൽ പിസ്റ്റിലും എന്താണ് ഡിഫറൻ്റ് ആണ്, അല്ലെങ്കിൽ അവർ എന്താ പറയുക ഫ്രീ ആയിട്ടാണ് കാണപ്പെടുന്നത്, അറ്റാച്ച് ചെയ്തിട്ടല്ല കാണപ്പെടുന്നത്, വേറെ വേറെ ആയിട്ടാണ് കാണപ്പെടുന്നത്, സെപ്പറേറ്റ് ആയിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ അത് നമ്മൾ അപ്പോകാർപ്പസ് എന്നാണ് പറയുക. അപ്പോകാർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കാർപ്പൽസ് ആർ ഫ്രീ. ഓക്കെ. ഇനി സിങ്കാർപ്പസ് എന്ന് പറയുമ്പോൾ, സിങ്കാർപ്പസ് എന്ന് പറഞ്ഞാൽ കാർപ്പൽസ് ഒക്കെ യുണൈറ്റഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഫ്യൂസ് ചെയ്തിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ അതിന് നമ്മൾ സിങ്കാർപ്പസ് എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ അപ്പോകാർപ്പസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫ്രീ കണ്ടീഷൻ ഓഫ് ദി കാർപ്പൽ അല്ലേ, ഓരോന്നും വേറെ വേറെ ആയിട്ടാണ് നമ്മൾ കാണപ്പെടുന്നത്. അതേസമയത്ത് യുണൈറ്റഡ് കണ്ടീഷൻ നമ്മൾ പറയുന്ന പേരാണെന്ത്, സിങ്കാർപ്പസ്. റെഡി. കാർപ്പൽ ആയതുകൊണ്ടാണ് കാർപ്പസ് എന്നുള്ള ടേം നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. ഓവറി ഈസ് ദി ബേസൽ സൊള്ളൻ പാർട്ട് ഓഫ് ദി പിസ്റ്റിൽ. പിസ്റ്റിലിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി കണ്ടു. ഈ ഒരു ബേസിലുള്ള സോളൻ സ്ട്രക്ചറിനെ നമ്മൾ ഓവറി എന്ന് വിളിച്ചിട്ടുള്ളത് അല്ലേ, ഓവറി. ഇറ്റ് ഈസ് ആൻ ഒവേറിയൻ ക്യാവിറ്റി വിത്ത് 1 or more ചേമ്പേഴ്സ് ഓർ ലോക്യൂൾസ്. ഇവിടെ ഓവറിൻ്റെ ഉള്ളിൽ ക്യാവിറ്റി ഉണ്ട്, അത് നമ്മൾ ഓവേറിയൻ ക്യാവിറ്റി എന്ന് പറയും. അതിനെ നമുക്ക് 1, 2, 4 ഒക്കെ ലോക്യൂൾസ് ആയിട്ട്, ചേമ്പേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി ഓവ്യൂൾ ഈസ് അറ്റാച്ച്ഡ് വിത്ത് പാരൻകൈമാറ്റസ് കുഷ്യൻസ് കാൾഡ് പ്ലാസൻഡ. ഇപ്പോൾ ഇവിടെ ഈ ചിത്രം നോക്കൂ, ഇവിടെ നമുക്ക് ലോക്യൂൾ കാണിച്ചിട്ടുണ്ട്, ഈ ചേമ്പറാണ് ലോക്യൂൾ അല്ലേ. ഇനി അതിൽ തന്നെ ഈ ഒരു പാർട്ട്, ഇതിനെ നമ്മൾ പ്ലാസൻഡ എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഈ പ്ലാസൻഡയുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഓവ്യൂൾസ് ഉള്ളത്. ഓക്കെ. ഈ ഡാർക്ക് കളറിലുള്ളതാണ് ഓവ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓവ്യൂള് പ്ലാസൻഡയുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ആൻ ഓവറി മേ ഹാവ് 1 ഓവ്യൂൾ. ഒരു ഓവറിൽ ഒന്നുകിൽ ഒരു ഓവ്യൂളേ ഉണ്ടാവുള്ളൂ, അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, മേ ഹാവ് സെവറൽ ഓവ്യൂൾസ്. അപ്പോൾ ഒരു ഓവ്യൂൾ ആവാം, അതല്ലെങ്കിൽ സെവറൽ ഓവ്യൂൾസ് ഉണ്ടാവാം. രണ്ടിനും എക്സാമ്പിൾസ് ഉണ്ട് അല്ലേ. അതായത് വീറ്റ്, അതുപോലെ പാഡി, നെല്ല്, മാംഗോ ഒക്കെ എന്തിനും എക്സാമ്പിളാണ്, ഒരു ഓവ്യൂൾ മാത്രം ഉള്ളതിന് എക്സാമ്പിളാണ്. അതേസമയത്ത് പപ്പായ, വാട്ടർമെലൺ ആൻഡ് ഓർക്കിഡ്സ് ഒക്കെ എന്തിന് എക്സാമ്പിളാണ്, കൂടുതൽ ഓവ്യൂൾസ്, ഒന്നിൽ കൂടുതൽ ഓവ്യൂൾസ് ഉള്ളതിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ. ഇനി നമ്മൾ ഓവ്യൂളിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഡബിൾ ഫെർട്ടിലൈസേഷനെ കുറിച്ച് പഠിക്കുന്ന സമയത്തും അതുപോലെ എംബ്രിയോ സാക്കിൻ്റെ ഡെവലപ്മെൻറ്റിലും മെഗാ സ്പോറോ ജെനസിസ് പഠിക്കുന്ന സമയത്തുമൊക്കെ നമുക്ക് ഈ ഒരു സ്ട്രക്ചർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ഓക്കെ. ഓവ്യൂൾ ഒക്കേഴ്സ് ഇൻസൈഡ് ഓവറി ആൻഡ് ഈസ് അറ്റാച്ച്ഡ് ടു പ്ലാസൻഡ. നമ്മൾ നേരത്തെ പറഞ്ഞു ഓവ്യൂൾ എവിടെയാണുള്ളത്, ഓവ്യൂൾ ഉള്ളത് എവിടെയാണ്, ഓവറിയുടെ ഉള്ളിൽ പ്ലാസൻഡയുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഓവ്യൂൾ ഉള്ളത് അല്ലേ. ഇതാണ് ഓവ്യൂൾ. ഓക്കെ. ഇറ്റ് ഫ്യൂസസ് വിത്ത് ഓവ്യൂൾ അറ്റ് ദ പോയിന്റ് ഓവ്യൂൾ ഒക്കേഴ്സ് ഇൻസൈഡ് ദ ഓവറി ആൻഡ് ഇറ്റ്സ് അറ്റാച്ച്ഡ് ടു പ്ലാസൻഡ ബൈ മീൻസ് ഓഫ് സ്റ്റോക്ക് കാൾഡ് ഫ്യൂണിക്കിൾ. അതായത് ഇതിപ്പോൾ പ്ലാസൻഡയാണെങ്കിൽ പ്ലാസൻഡയുമായിട്ട് ഓവ്യൂൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഫ്യൂണിക്കിൾ എന്ന് പറയുന്ന സ്റ്റോക്ക് ഉപയോഗിച്ചിട്ടാണ്. ഞാൻ ഈ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഈ ഒരു റീജിയനെ നമ്മൾ എന്തെന്ന് പറയാം, ഫ്യൂണിക്കിൾ എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഫ്യൂണിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓവ്യൂളിൻ്റെ ബോഡിയെയും അതുപോലെ പ്ലാസൻ്റെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഭാഗമാണ് ഫ്യൂണിക്കിൾ അല്ലേ. ആ ഒരു സ്റ്റോക്കിനെ നമ്മൾ ഫ്യൂണിക്കിൾ അല്ലെങ്കിൽ ഫ്യൂണിക്കുലസ് എന്ന് പറയാം. ഇറ്റ് ഫ്യൂസസ് വിത്ത് ഓവ്യൂൾ അറ്റ് ദ പോയിന്റ് നോൺ ആസ് ഹൈലം. അപ്പോൾ ഈ പ്ലാസൻ്റയിൽ നിന്നും പ്ലാസൻ്റയുമായിട്ട് ഓവ്യൂളിനെ കണക്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പ്ലാസൻ്റയിൽ നിന്നും വരുന്ന ഫ്യൂണിക്കുലസ് ഓവ്യൂളിൻ്റെ ബോഡിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗത്തെ നമ്മൾ ഹൈലം എന്നാണ് പറയുന്നത്. ഓക്കെ. ഹൈലം എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ഫ്യൂണിക്കുലസ് ഫ്യൂസസ് വിത്ത് ദി ബോഡി ഓഫ് ദ ഓവ്യൂൾ അറ്റ് ദി പോയിന്റ് കോൾഡ് ഹൈലം. ഓക്കെ. ഈ ഒരു പോയിന്റിന്, അതായത് ഫ്യൂണിക്കുലസ് ഓവ്യൂളിൻ്റെ ബോഡിയുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ഭാഗത്തെയാണ് നമ്മൾ ഹൈലം എന്ന് പറയുന്നത്. ഇനി ഒരു ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ നോക്ക്. ഇതിലിപ്പോൾ നമ്മൾ ഫ്യൂണിക്കുലസ് എന്ന് പറയുന്ന ഭാഗം കണ്ടു, അതാണ് സ്റ്റോക്ക് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഓവ്യൂളിൻ്റെ ബോഡിയെ പ്ലാസൻ്റയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗമാണ് ഫ്യൂണിക്കുലസ് അല്ലേ. ഇത് ഞാൻ പ്ലാസൻ്റ ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ. പ്ലാസൻ്റയുടെ പാർട്ടാണ്. ഇനി അപ്പോൾ ഇതാണ് ഫ്യൂണിക്കുലസ് അല്ലേ. ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഏരിയയെ നമ്മൾ ഹൈലം എന്നാണ് വിളിക്കുന്നത്. ഹൈലം അല്ലേ. ഹൈലം എന്ന് പറഞ്ഞാൽ എന്താണ്, ഓവ്യൂളിൻ്റെ ബോഡിയെ ഫ്യൂണിക്കുലസുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഭാഗം. ഇനി ഇവിടെ ഈ
ഫിനിക്കുലസ് ഇങ്ങോട്ട് കയറിയിട്ട്, അതായത് ഓവ്യൂളിൻ്റെ ബോഡിക്ക് പാരലായിട്ട് ഒരു റിഡ്ജ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് മെക്കാനിക്കൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. അതിനെ നമ്മൾ റാഫെ എന്നാണ് പറയുന്നത്. റാഫെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിനിക്കുലസിൻ്റെ എക്സ്റ്റൻഷനാണ് അല്ലേ? എങ്ങോട്ടുള്ള എക്സ്റ്റൻഷനാണ്? ഒവ്യൂളിൻ്റെ ബോഡിക്ക് പാരലായിട്ട്, ലാറ്ററലി ആയിട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ, അതിനാണ് നമ്മൾ റാഫെ എന്ന് പറയുന്നത്. ഇനി ഒവ്യൂളിൽ ഏറ്റവും പുറമേ ആയിട്ട് 2 ഇൻഡഗുമെൻസ് ഉണ്ട് അല്ലേ? ഇൻഡഗുമെൻസ് എന്ന് പറയുമ്പം കവറിങ് ആണ് അല്ലേ? ഏറ്റവും പുറമേയുള്ള 2 ഇൻഡഗുമെൻസ്. ഇനി അതിൻ്റെ ഉള്ളിൽ ന്യൂസെല്ലസ് എന്നാണ് ഈ ഒരു പാരൻകൈമാറ്റസ് ടിഷ്യൂ നമ്മൾ പറയുന്നത് അല്ലേ? ന്യൂസെല്ലസ് ഉണ്ട്. ഇൻഡഗുമെൻസിൻ്റെ ഉള്ളിൽ ന്യൂസെല്ലസ് ഉണ്ട്. ന്യൂസെല്ലസിൻ്റെ ഉള്ളിലായിട്ട് ആരുണ്ട്? എംബ്രിയോ സാക്ക് ഉണ്ട്. എംബ്രിയോ സാക്കിൻ്റെ ഉള്ളിൽ ആരൊക്കെയാണുള്ളത്? ആൻറ്റിപോഡൽ സെൽസ് ഉണ്ട്, അതുപോലെ പോളാർ ന്യൂക്ലിയ ഉണ്ട്, അതുപോലെ തന്നെ എഗ് സെല്ലും സൈനർജിഡ്സും ഒക്കെ ഉണ്ട്. ഇത് നമുക്ക് എംബ്രിയോ സാക്ക് എന്ന് പറയുന്ന, എംബ്രിയോ സാക്കിൻ്റെ ഫോർമേഷനെ കുറിച്ചും അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചും പഠിക്കുമ്പം ഈ 7 സെൽസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഓക്കെ, ഇനി നമ്മൾ ഈ ഓവ്യൂൾ ഫോം ചെയ്യുന്ന സമയത്ത് പ്ലാസൻ്റയിൽ നിന്നും ഒരു പ്രൈമോഡിയമായിട്ടാണ് വരിക. അപ്പം അതിൻ്റെ ബേസിൽ തന്നെ അതിനെങ്ങനെ എന്താ പറയുക, ഇതിപ്പോൾ നമ്മൾ കാണിച്ചിട്ടുള്ളത് അനാട്രോപ്പസ് ഓവ്യൂളാണ്. ഓക്കെ, അനാട്രോപ്പസ് സാധാരണ നമ്മൾ ആൻജിയോസ്പേംസിൽ കാണപ്പെടുന്ന ഓവ്യൂളാണ് അനാട്രോപ്പസ് ഓവ്യൂൾ എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ നിൽക്കുന്ന ഓവ്യൂളാണ്. അതായത് ഫിലമെൻറ്റ് ഇവിടെ നിന്നാണ് വരുന്നത്, അതേസമയത്ത് ഓവ്യൂളിൻ്റെ ബോഡി ഇങ്ങനെയാണ് നിൽക്കുന്നത് അല്ലേ? ഇനി ഇങ്ങനെയാണ് ഓവ്യൂൾ ഉള്ളതെങ്കിൽ അത് നമ്മൾ ഓർത്തോട്രോപ്പസ് ഓവ്യൂൾ എന്നാണ് പറയുക. ഓർത്തോട്രോപ്പസ് ഓവ്യൂൾ. ഓക്കെ, ഈ ഒരു രൂപത്തിലാണ് ഓവ്യൂൾ ഉള്ളതെങ്കിൽ ഇത് നമ്മൾ ഓർത്തോട്രോപ്പസ് എന്നാണ് പറയുക. ഓർത്തോട്രോപ്പസ്. അപ്പോൾ ഇതിൻ്റെ ബേസിൽ നിന്നും, അതായത് ഫ്യൂണിക്കുലസിൻ്റെ ഭാഗത്തു നിന്നും ഓവ്യൂളിൻ്റെ ബേസിൽ നിന്നും 2 വശത്തേക്കും എന്ത് വരുന്നുണ്ട്? ഇൻഡഗുമെൻസ് വരുന്നുണ്ട് അല്ലേ? ഇൻഡഗുമെൻസ് പക്ഷേ ഒരു ഏരിയയിൽ ആബ്സെൻ്റ് ആണ്. ഞാൻ വേറൊരു കളർ ഉപയോഗിച്ചിട്ട് കാണിക്കാം. അതായത് ഈ ഒരു ഗ്രീൻ കളർ കൊടുത്തിട്ടുള്ള ഈ ഒരു ഭാഗത്ത് എന്താണ്? ഇൻഡഗുമെൻസ് ആബ്സെൻ്റ് ആണ് അല്ലേ? അത് ഇതിൽ കാണിക്കുകയാണെങ്കിൽ, അതായത് അനാട്രോപ്പസ് ഓവ്യൂളിൽ കാണിക്കുകയാണെങ്കിൽ, അനാട്രോപ്പസ് ഓവ്യൂളിലാണ് ഞാൻ കാണിക്കുന്നതെങ്കിൽ ഇതാ ഇവിടെ എന്താണ്? ഇൻഡഗുമെൻസ് ആബ്സെൻ്റ് ആണ് അല്ലേ? ഇങ്ങനെ ഇൻഡഗുമെൻസ് ആബ്സെൻ്റ് ആയിട്ടുള്ള ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ മൈക്രോപൈൽ എന്ന് പറയാം. അതിൻ്റെ 180 ഡിഗ്രിയിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എൻഡിനെയാണ് നമ്മൾ ചലാസൽ എൻഡ് എന്ന് പറയാം. അപ്പോൾ ചലാസൽ എൻഡും മൈക്രോപൈലാർ എൻഡും എന്താണ്? മൈക്രോപൈൽ എന്ന് പറഞ്ഞാൽ ഓവ്യൂളിൻ്റെ എല്ലാ ഭാഗത്തും എന്തുണ്ട്? ഇൻഡഗുമെൻസ് ഉണ്ട്. ഇൻഡഗുമെൻസ് ആബ്സെൻ്റ് ആയിട്ടുള്ള ഓവ്യൂളിൻ്റെ ഏരിയനെയാണ് നമ്മൾ മൈക്രോപൈൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഓപ്പണിങ്ങിനെയാണ് നമ്മൾ മൈക്രോപൈൽ എന്ന് പറയുന്നത്. മൈക്രോപൈൽ ഏരിയയുടെ നേരെ ഓപ്പോസിറ്റുള്ള ഏരിയയാണ് നമ്മൾ ചലാസൽ ഏരിയ അല്ലെങ്കിൽ ചലാസൽ എൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇനി ഓരോ സംഗതികൾ പറയുമ്പോഴും, അതായത് ഒവ്യൂളുമായി ബന്ധപ്പെട്ട ഓരോന്ന് വിശദീകരിക്കുമ്പോഴും നമ്മൾ ഒന്നുകിൽ ചലാസൽ എൻഡ് അല്ലെങ്കിൽ മൈക്രോപൈലാർ എൻഡ് എന്നുള്ള ടേംസാണ് യൂസ് ചെയ്യുക. ഓക്കെ, ovule is an integumented megasporangium and it develops into seed after fertilization. Integumented megasporangium അല്ലേ? ഇൻഡഗുമെൻസ് ഉള്ള മെഗാസ്പൊറാഞ്ചിയം ആണ് ഓവ്യൂൾ എന്ന് പറയുന്നത്. അതുപോലെ ഓവ്യൂൾ എന്തായിട്ടാണ് മാറുക? ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ സീഡായിട്ട് മാറുന്നു. ആൻഡ് ആൻജിയോസ്പേം ഓവ്യൂൾ ഒക്കേഴ്സ് ഇൻസൈഡ് ദി ഓവറി. ഓവറിക്കുള്ളിലാണ് ഓവ്യൂൾ കാണപ്പെടുന്നത് അല്ലേ? ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു എ പാരൻകൈമാറ്റസ് കുഷ്യൻ കാൾഡ് പ്ലാസൻഡ. ഓവ്യൂൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഓവറിയുടെ ഉള്ളിൽ ഓവ്യൂൾ പ്ലാസൻ്റയുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഓവ്യൂൾ മേ ബി സിംഗിൾ ഓർ മെനി. ഓവ്യൂൾ ഒരു ഓവ്യൂൾ ആയിരിക്കും ചിലപ്പോൾ ഓവറിക്കുള്ളിൽ ഉണ്ടാവുക, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഓവ്യൂൾസ് ഉണ്ടാവും. ദ സ്റ്റോക്ക് ഓഫ് ദി ഓവ്യൂൾ ഇസ് കാൾഡ് ഫ്യൂണിക്കുലസ് ഓർ ഫ്യൂണിക്കിൾ. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഈ ഒരു സ്റ്റോക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഫ്യൂണിക്കുലസ് എന്ന് പറയുന്നത് അല്ലേ? ദ പോയിന്റ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ഓഫ് ദി ഓവ്യൂൾ വിത്ത് ഫ്യൂണിക്കുലസ് ഇസ് കാൾഡ് ഹൈലം. അതായത് ഓവ്യൂളിൻ്റെ ബോഡി ഫ്യൂണിക്കുലസുമായി അറ്റാച്ച് ചെയ്യുന്ന ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ ഹൈലം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇൻ ദ ടിപ്പിക്കൽ അനാട്രോപ്പസ് ഓവ്യൂൾ ദ ഫ്യൂണിക്കുലസ് ഇസ് ഫ്യൂസ്ഡ് വിത്ത് ബോഡി ഓഫ് ദി ഓവ്യൂൾ ലെങ്ത് വൈസ് ബിയോണ്ട് ദി ഹൈലം. ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ്. അതായത് ഈ ഫ്യൂണിക്കുലസ് ഇങ്ങോട്ട് ലെങ്ത് വൈസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ? ബിയോണ്ട് ദി ഹൈലം, ഹൈലത്തിന് അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. റെഡി? അപ്പോൾ ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ റാഫെ എന്ന് പറയുന്നത്. റാഫെ. ഇറ്റ് ഗീവ്സ് റൈസ് ടു എ ലോഞ്ചിറ്റ്യൂഡിനൽ റിഡ്ജ് കാൾഡ് റാഫെ. ഓക്കെ,
റാഫേൽ. Funiculus contains a vascular strand for the supply of nourishment to the ovule. ഇനി എന്താണ്, നമുക്ക് ഒവ്യൂള് പ്ലാന്റിൻ്റെ പാർട്ടാണ് അല്ലേ. ഒവ്യൂളിന് എന്ത് വേണം, ന്യൂട്രീഷൻ കൊടുക്കണം. ന്യൂട്രീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫിനിക്കുലസിൻ്റെ ഉള്ളിൽ വാസ്കുലാർ സ്ട്രാൻഡ്സ് ഫിനിക്കുലസിൻ്റെ ഉള്ളിലൂടെ എങ്ങോട്ട് വരുന്നുണ്ട്, ഒവ്യൂളിൻ്റെ ബോഡിയിലേക്ക് വരുന്നുണ്ട്. The body of the ovule consists of a mass of parenchymatous cells named nucellus. ഈ ഒവ്യൂളിൻ്റെ ഉള്ളിലുള്ള സെൽസിന് നമ്മൾ ന്യൂസെല്ലസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ന്യൂസെല്ലസ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഇക്വലൻ്റ് ടു മെഗാസ്പൊറാഞ്ചിയം. അപ്പോൾ ന്യൂസെല്ലസ് മെഗാസ്പൊറാഞ്ചിയത്തിന് ഇക്വലൻ്റ് ആണ്. ന്യൂസെല്ലസ് മെഗാസ്പൊറാഞ്ചിയത്തിന് ഇക്വലൻ്റ് ആണ്. അതുപോലെ എന്താണ്, ഒവ്യൂളിന് നമ്മൾ ഇൻഡഗ്യുമെൻറ്റഡ് മെഗാസ്പൊറാഞ്ചിയം എന്നാണ് പറയുക അല്ലേ. മെഗാസ്പൊറാഞ്ചിയം പ്ലസ് ഇൻഡഗ്യുമെൻസ്, ഇൻഡഗ്യുമെൻറ്റഡ് മെഗാസ്പൊറാഞ്ചിയം, അതാണ് എന്ത്, ഓവ്യൂൾ എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, ദ എൻഡ് ഓഫ് ഇൻഡഗ്യുമെൻസ് ഹാവ് എ നാരോ പോർ പാസേജ്, ഇറ്റ് ഈസ് നോൺ ആസ് മൈക്രോപൈൽ. അപ്പോൾ ഇൻഡഗ്യുമെൻസിൻ്റെ എൻഡിലുള്ള ഈ ഒരു പാസേജിനെ, ഇൻഡഗ്യുമെൻസ് ആബ്സെൻ്റ് ആയിട്ടുള്ള ഈ ഒരു പാസേജിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ പോർ ഓപ്പണിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, മൈക്രോ പൈൽ എന്ന് പറയാം. ആ ഏരിയ നമ്മൾ മൈക്രോ പൈലർ ഏരിയ അല്ലെങ്കിൽ മൈക്രോ പൈലർ എൻഡ് എന്ന് പറയും. ഓപ്പോസിറ്റ് ആയിട്ടുള്ള എൻഡ് നമ്മൾ ചലാസൽ എൻഡ് എന്ന് പറയും. ദ പ്ലേസ് ഓഫ് ഒറിജിൻ ഓഫ് ഇൻഡഗ്യുമെൻസ് യൂഷ്വലി ലൈസ് അറ്റ് ദി ഓപ്പോസിറ്റ് എൻഡ്. അതായത് ഓർത്തോട്രോപ്പസിലാണെങ്കിലും അനാട്രോപ്പസിലാണെങ്കിലും ഒക്കെ ഇൻഡഗ്യുമെൻസ് വരുന്നത് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ്. ഇവിടെ നിന്നാണ് ഇൻഡഗ്യുമെൻസ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു എൻഡിനെ, അതായത് ഇൻഡഗ്യുമെൻസ് ഡെവലപ്പ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ ഇൻഡഗ്യുമെൻസ് ഒറിജിനേറ്റ് ചെയ്ത് വരുന്ന എൻഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ചലാസൽ എൻഡ് അല്ലെങ്കിൽ ചലാസ എന്ന് പറയുന്നത്. ഓക്കെ, ഫീമെയിൽ ഗമേറ്റോഫൈറ്റ് ഓർ എംബ്രിയോ സാക്ക് ഈസ് എംബഡഡ് ഇൻ ദി മൈക്രോപൈൽ ഹാഫ് ഓഫ് ദി ന്യൂക്ലിയസ്. ഇവിടെ അതായത് ഇതിപ്പം നമ്മുടെ ന്യൂസെല്ലസ് ആണെങ്കിൽ ന്യൂസെല്ലസിനെ നമുക്ക് രണ്ട് ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇതിന് നമ്മൾ ചലാസൽ ഹാഫ് എന്നും ഇത് നമ്മൾ മൈക്രോപൈലർ ഹാഫ് എന്നും പറയണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എംബ്രിയോസാക്കിൻ്റെ എന്താ പറയുക പൊസിഷൻ എന്ന് പറയുന്നത് കൂടുതലും എവിടെയാണ് വരുന്നത്, നമ്മുടെ മൈക്രോപൈലർ എൻഡിലാണ് വരുന്നത് അല്ലേ. ഫീമെയിൽ ഗമേറ്റോഫൈറ്റ് ഓർ എംബ്രിയോസാക്ക് ഈസ് എംബഡഡ് ഇൻ ദി മൈക്രോപൈൽ ഹാഫ് ഓഫ് ദി ന്യൂസെല്ലസ്. ന്യൂസെല്ലസിൻ്റെ മൈക്രോപൈൽ ഹാഫ്, ഇവിടെയാണ് മൈക്രോപൈൽ ഉള്ളത്. അതുപോലെ തന്നെ ഇത് ചലാസൽ എൻഡാണ് അല്ലേ, ചലാസൽ എൻഡ്. അപ്പോൾ മൈക്രോപൈലർ ഹാഫിലാണ് ആരുള്ളത്, നമ്മുടെ എംബ്രിയോ സാക്ക് ഉള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഒവ്യൂളിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചും അതുപോലെ തന്നെ ഗൈനീഷ്യത്തിൻ്റെ ക്ലാസിഫിക്കേഷനും ഒക്കെയാണ് കണ്ടത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒവ്യൂളിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് എക്സാമ്പിൾസൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.